ഹലോ. ഇന്നിപ്പോൾ നൈറ്റ് ഞങ്ങൾ പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും കാക്കയും പിള്ളേരൊക്കെ കൂടി ഇങ്ങനെ പുറത്ത് പോക്കുണ്ട്. അപ്പോൾ അതുപോലെ ഇന്നും ഇറങ്ങിയൊക്കെയാണ്. അപ്പോൾ ഇന്ന് പോയേക്കണമെന്ന് വെച്ചാൽ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ്. അവിടെ കല്ലുംകൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയാണ് പോയേക്കണം. അവിടെ ഇന്ന് കഴിഞ്ഞാൽ ശരിക്കും ഫ്ലൈറ്റ് പോണതും വരുന്നതൊക്കെ ശരിക്കും നല്ല അടുത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. അങ്ങനെ അവിടെയാണ് പോയത്. അവിടെ കുറേ ചെറിയ ചെറിയ തട്ടുകടയും അങ്ങനെ ഒക്കെ ആയിട്ട് നല്ല വൈബുള്ള സ്ഥലമാണ്. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ. കാരണം ഞങ്ങൾക്ക് ആദ്യമൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് തന്നെ ഫ്ലൈറ്റ് പോണതും വരുന്നതും ഒക്കെ കാണാമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾ നിന്ന സ്ഥലമൊക്കെ അവിടെ ഒരു വലിയൊരു പാറയുണ്ട്. ആ പാറയുടെ അവിടെ ഇരുന്നാൽ ഞങ്ങൾ കാണലുണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ മൊത്തം ഒരു ഗ്രില്ല് പോലെ കമ്പിവേലി വളച്ച് കെട്ടിയൊക്കെയാണ് ഇപ്പോൾ കാണുന്ന പോലെ. അങ്ങനെ ഇതായതുകൊണ്ട് തൊട്ടടുത്തൊന്നും കാണാൻ പറ്റില്ല. കുറേ ദൂരത്തുനിന്ന് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കൊക്കെ കാണാനായിട്ട് കുറേ ദൂരത്തുനിന്നല്ലേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതിന് ശേഷം അങ്ങനെ 2-3 ഫ്ലൈറ്റൊക്കെ വരുന്നതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നാലും ആദ്യത്തെ അത്രയും ഒരു സുഖം തോന്നിയില്ല. കാരണം നമ്മൾ ദൂരെ നിന്ന് കാണണ്ടേ. അപ്പം ഫ്ലൈറ്റ് വന്നതാണ് കേട്ടോ അത്. ഇപ്പോൾ കുറച്ച് ലോങ്ങിൽ നിന്നാണ്. കാരണം ആദ്യത്തെ പോലെ തൊട്ടടുത്തുനിന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ 2-3 ഫ്ലൈറ്റൊക്കെ വരുന്നതൊക്കെ കാണിച്ചതിന് ശേഷം പോകാനും പോണ വഴിയാണ് പാനിപ്പൂരി ഉണ്ട്. അപ്പോൾ പാനിപ്പൂരിയൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം പിന്നെ ജിബിന കഫേ സ്ട്രീറ്റിലാണ് പോയത് കേട്ടോ. അവിടെ പോയി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾ ഷവായും പിന്നെ മോനിക്ക് ബ്രോസ്റ്റഡും ആണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഇരുന്നാലും ബാക്ക് സൈഡ് തന്നെയാണ്. അവിടെ ഇരുന്നാൽ ശരിക്കും അതിൻ്റെ മുകളിൽ ഇരുന്നാൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ ഫ്ലൈറ്റ് പോണതും ഇതൊക്കെ. നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നല്ല പാട്ടും നല്ല ലൈറ്റിങ് നല്ല ആംബിയൻസാണ് അവിടെ ഇരിക്കാനും. അപ്പോൾ മക്കൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. ഞാനും കാക്കയൊക്കെ കഴിച്ചു. അങ്ങനെയൊക്കെ എന്നുവെച്ചാൽ മക്കളായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വരലുള്ളൂ. എന്നാലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. മോനപ്പോൾ പാട്ടൊക്കെ അവിടെ ഇട്ടപ്പോൾ മോനിൽ നിന്നൊക്കെ ചെറുതായിട്ടൊക്കെ ഡാൻസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഞങ്ങൾക്കുള്ള ഫുഡൊക്കെ കിട്ടി. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അവിടുത്തെ ബിരിയാണിയും ഷവായും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ.